കൊച്ചേ മധുരം വെപ്പ് മേക്കപ്പിന് പോയില്ലായിരുന്നോ? അതിന്റെ വീഡിയോ ഇതുവരെ കണ്ടില്ലല്ലോ. അതേ സമയം കിട്ടിയില്ല മാമി. ഞാൻ ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്തിട്ടേ. അതാ പിടിച്ചോ. ഹലോ, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മധുരം വെപ്പ് മേക്കപ്പാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ബ്രൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ കൂടെയുള്ള കാർലിനാണ്. കാർലിൻ്റെ മധുരം വെപ്പ് ഫംഗ്ഷനാണ് ഇന്നല്ലേ. അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാർലിന് കുറേ ഡിമാൻഡ്സ് ഉണ്ട്. എനിക്ക് ഒരു റെഫറൻസ് ഒക്കെ അയച്ചു തന്നായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. ആൾ പെട്ടെന്ന് ഭയങ്കര സ്വെറ്റ് ആവുന്ന ടൈപ്പാണ് അല്ലേ സ്കിന്ന്. നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. ഹെയറൊക്കെ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട, ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്താകുന്നുള്ളത് നോക്കാം അല്ലേ. അല്ലല്ലോ എന്താ ഇപ്പോൾ ചെയ്യണേ? ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, മെഡിക്കൽ ഫീൽഡിലാണ്. ഓക്കെ, എത്ര വർഷമായി? 9 years ആയിട്ട് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ആൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ? ഫോട്ടോഗ്രാഫറാണ്. ആഹാ. അപ്പം ഇനി നല്ല നല്ല ഫോട്ടോസുകൾ കൂടുതൽ അല്ലേ എടുത്തു തരാനും ഒക്കെ ഒരാളായി. ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചാമണിയുണ്ട്. ഇതെല്ലാവരുടെയും കൈകളുടെ ഐഷാഡോ പാലറ്റാണേ. നമ്മുടെ ബ്രൈഡിന് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. പേരെന്താ? മിയ. മിയ മിയ ഇത് എത്ര വർഷമായിട്ടുണ്ട്? ഇവള് 2 years ആയിട്ടുണ്ട്. അഡോപ്റ്റ് ചെയ്താ? അത് കൊള്ളാലോ. ഓക്കെ, നീ എന്താണ് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ടാറ്റാ, പോവാണേ. അപ്പോൾ കാർലിന് ഓൾറെഡി എനിക്ക് റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ മേക്കപ്പ് ഇങ്ങനെ വേണം, വളരെ മിനിമൽ ആയിരിക്കണം, ഐസും ലിപ്സും കുറച്ച് ബ്രൈറ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ എന്നോട് കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് ആൾ റെഫറൻസ് ആയിട്ട് തന്നത് ഞാൻ തന്നെ ചെയ്ത ഒരു പെന്തക്കോസ് ബ്രൈഡിൻ്റെ റെഫറൻസ് ആയിരുന്നു എനിക്ക് തന്നത്. പക്ഷേ ലിപ്സും ഐസും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വേണം എന്നുള്ള ഇതായിരുന്നു. കാരണം നമ്മൾ മധുരം വെപ്പ് ഫംഗ്ഷൻ എപ്പോഴും രാത്രിയിലായിരിക്കും. അപ്പോൾ കുറച്ച് ഐഷാഡോ ഒക്കെ വേണം, കുറച്ചൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇടണം, പിന്നെ ഒരു ഗ്ലോ ഫിനിഷിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പം നമ്മുടെ നമ്മുടെ സ്കിൻ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നു, മേക്കപ്പ് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു. ഈ മേക്കപ്പ് ചെയ്യുന്ന സമയം ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം പിന്നെ കുറേ മഴയൊക്കെ പെയ്തു, എന്നാലും നമുക്ക് സ്വെറ്റ് ചെയ്യും. ചില സമയം ഭയങ്കര ചൂടെടുക്കും. ഔട്ട്സൈഡ് മഴയാണെങ്കിലും നമുക്ക് ചൂടെടുക്കും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മേക്കപ്പ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. എത്ര ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പുഴുങ്ങുന്ന ഒരു ആവിയും ചൂടുമില്ലേ, അങ്ങനത്തെ ഒരു ചൂടായിരുന്നു. അപ്പോൾ ആ ഒരു ചൂടത്ത് മേക്കപ്പ് പോകാനായിട്ട് വളരെ ചാൻസുകളുണ്ട് കേട്ടോ. അപ്പം മേക്കപ്പ് ഫിക്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ബ്രൈഡ് കംപ്ലീറ്റ് ഇതേ ഹെയർ സ്റ്റൈലും ഫേസും എല്ലാം കഴിഞ്ഞ് ഇതേ ഫിക്സായി. ആൾക്കൊരു ഓലക്കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഷൂട്ടാണ് കേട്ടോ ഇവർ പ്ലാൻ ചെയ്യുന്നത്. മുല്ലപ്പൂവും ഡ്രസ്സും എല്ലാം. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈഡിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം വളരെ മിനിമലാണെന്നുള്ളതാണ്. ആളുടെ ഒരു ഫുൾ സങ്കല്പം തന്നെ വളരെ മിനിമലായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഓലക്കുടയൊക്കെ പിടിച്ചുള്ള വരവാണ് നല്ല രസമില്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചൂടൻ കപ്പ ബിരിയാണിയും കട്ടൻ ചായയും അതുപോലെ പലഹാരങ്ങളും കിട്ടി കേട്ടോ. ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ.